നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബേക്കിൻ്റെ ഇതിൻ്റെ ഫൗണ്ടേഴ്സിനോടൊപ്പം അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സംഘാടക സമിതിയോടൊപ്പമാണ്. ഇന്ന് ഏകദേശം ഒരു വലിയ ഫുട്ഫാൾസ് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. ബേക്കറിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു വലിയ ആശ്വാസമാണ് ബേക്ക് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു 3 ദിവസത്തെ എക്സിബിഷനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു അംബ്രലയ്ക്കുള്ളിൽ ഒരു ബേക്കറി നടത്തണമെങ്കിൽ അവർക്ക് വേണ്ട സർവ്വ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രസിഡൻ്റാണ് എന്നോടൊപ്പം ഉള്ളത്. എല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെടണം. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഫൗണ്ടർ ഇവിടെ നിൽപ്പുണ്ട്. സാറിന് പരിചയപ്പെട്ടാണ് നമ്മുടെ പ്രേക്ഷകരോട് സാറിനെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കാൻ. എൻ്റെ പേര് PM ശങ്കരൻ. ഞാൻ ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു. ഇത് ശങ്കരേട്ടൻ ബേക്കിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റും സ്ഥാപക നേതാവുമാണ്. 5 പേരാണ് ബേക്ക് സ്ഥാപിച്ചതിലുള്ളത്. അതിൽ പ്രമുഖമായിട്ടുള്ള ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ളത് ശങ്കരേട്ടനാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ കുറേ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം IBF എന്ന് പറയുന്ന ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഫോർമേഷൻ ചെയ്തു. അതിൻ്റെ പ്രഥമ പ്രസിഡൻറ്റും കൂടിയാണ് ശങ്കരേട്ടൻ. ശങ്കരേട്ടൻ്റെ ഒരു വിഷനാണ് ഇന്ന് ബേക്ക് എത്തി നിൽക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം വെച്ചാൽ ആ ഒരു വിഷനിലാണ് ഇത്രയധികം 12,000-ൻ്റെ മേലെ മുകളിലുള്ള മെമ്പർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു സംഘടന, അതായത് ഇന്ത്യയിൽ തന്നെ ഇത്ര മെമ്പേഴ്സുള്ള ഒരു സംഘടന, ചെറുകിട കച്ചവടക്കാരുടെ ഒരു സംഘടന ഉള്ളത്. അതായത് വ്യാപാരി വ്യവസായ പല മേഖലകളാണ്. ഇതൊരൊറ്റ ഫോക്കസ്ഡ് മേഖലയിൽ നിന്നുള്ള ഒരൊറ്റ വലിയ സംഘടനയുള്ളത് ബേക്കാണ്. ഞാൻ ബിജു പ്രേം ശങ്കർ, ബേക്കേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ബാവ സീഗോ, ഞാൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ്, മലപ്പുറത്ത് നിന്ന് വരുന്നു. കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡൻറ്റ് നൗഫൽ. ബേക്കിൻ്റെ സംസ്ഥാന ഞാൻ AK മുഹമ്മദ് ഫൗസീർ, ബേക്ക് സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ. നമുക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിനെക്കാട്ടും കൂടുതൽ ബേക്കിനെ സ്വതന്ത്രമായിട്ട്, അതായത് ബേക്കിലെ മെമ്പേഴ്സിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു രീതി ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വളരെയധികം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിന് സർക്കാരിനോട് നമുക്ക് നന്ദി പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഹെൽത്ത് ആയാലും അല്ലറ ചില്ലറ കുറച്ച് പ്രോബ്ലംസ് അല്ലാതെ കണ്ട് വളരെ കോർപ്പറേറ്റീവായിട്ടാണ് ബേക്കിൻ്റെ രീതി പോകുന്നത്. നമ്മളൊരു സമരമോ കാര്യങ്ങളോ എടുക്കാതെ കണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ വളരെ നല്ല രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിലായാലും ഭരണാധികാരിയുടെ തലത്തിലായാലും പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ബേക്ക് എന്നും അത്തരത്തിലുള്ളൊരു രീതിയാണ് കൈക്കൊണ്ടുവരുന്നത്. 20 വർഷമായിട്ട് ഒരു സമരത്തിനോ അല്ലെങ്കിൽ ഒരു കൊടി പിടിക്കാനോ ജാഥ വയ്ക്കാനോ നമ്മൾ പോയിട്ടില്ല. ഒരു കടയടപ്പ് സമരമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അവരെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനും ആ പ്രശ്നങ്ങൾ തീർത്തെടുക്കാനും അതിന് ഉള്ളൊരു പോംവഴിയാണ് നമ്മൾ തേടിയെത്തുക. എനിക്കറിയില്ല, നിങ്ങൾ ബേക്ക് എന്ന് പറയുന്ന സംഘടനയുടെ ലോഗോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശുചിയിലയുടെ രുചി എന്നാണ് അതിൻ്റെ വാചകം. 20 കൊല്ലം മുമ്പ് ആ ഒരു വിഷനിൽ ശങ്കരേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി വലിപ്പത്തിലാണ് ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ കളേഴ്സ്, അത് ഗവൺമെൻറ് ഉപയോഗിക്കാൻ പറയുന്ന ആർട്ടിഫിഷ്യൽ കളേഴ്സ്, അത് പറയുന്ന അളവിൽ നമുക്ക് ഉപയോഗിക്കാം. അതുവരെ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനൊരു 40% അല്ലെങ്കിൽ ഒരു 60%-ൻ്റെ ഉള്ളിൽ ആളുകളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത് നാച്ചുറൽ കളേഴ്സിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു. കേരളത്തിൽ 47ഓളം കമ്പനികൾ നാച്ചുറൽ കളേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷേ ഇവരുടെ മുഴുവൻ മാർക്കറ്റ് വിദേശ രാജ്യങ്ങളാണ്. നമ്മൾ അവരായിട്ട് ഇടപെട്ട് ഒരു എക്സിബിഷൻ നാച്ചുറൽ കളേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ നടത്തി അവരെ ഇവിടെ പങ്കെടുപ്പിക്കുകയും നമ്മുടെ ആളുകളെ മുഴുവൻ അതിൽ കൊണ്ടുവന്ന് ബോധവൽക്കരിക്കുകയും ഇത് എവിടെ നിന്ന് കിട്ടും, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, എത്ര ഡിഗ്രി വരെ ഇത് സ്റ്റെബിലൈസ് ചെയ്യും, അതിന് വേറെ 2 ദിവസം സ്റ്റെബിലിറ്റി ഉണ്ടോ, ഇതൊക്കെ നോക്കി വളരെ നല്ല രീതിയിൽ അവർ ആ പ്രൊഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാനും മാത്രമല്ല അതിൻ്റെ അളവുകൾ ഒരു 5 ലിറ്റർ എന്നുള്ള അളവായിരുന്നു. വിലയും ഒരു 3000 തൊട്ട് 5000 വരെയായിരുന്നു അതിൻ്റെ വില. അപ്പോൾ ഒരു സാധാരണ ചെറുകിട ബേക്കറിക്കാരന് നാച്ചുറൽ കളർ വാങ്ങിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു ലക്ഷറി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ അളവുകൾ, അതായത് അതിൻ്റെ വിലയും ഉപഭോക്താക്കൾ കൂടിയപ്പോൾ അതിൻ്റെ വിലേനെ താഴ്ത്തിക്ക് ഒരു 1500-2000 രൂപയ്ക്ക് കിലോന് കൊണ്ടുവരാനും മാത്രമല്ല അതിൻ്റെ പാക്കിംഗ് സൈസ് നമ്മൾ വളരെ ചെറുതാക്കി കൊണ്ടുവരാനും ഇപ്പോൾ 1/2 ലിറ്റർ വരെ വന്നിട്ടുണ്ട്. 300 ml അവർ വരാണ്. അപ്പോൾ സാധാരണക്കാരന് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് നാച്ചുറൽ കളറിനെ കൊണ്ടുവരികയാണ്. ഒരു സാധാരണ മുമ്പ് നമ്മൾ ചെറുപ്പത്തിലേക്ക് നമ്മുടെയൊക്കെ ഒരു 20-30 കൊല്ലം മുമ്പ് AC ഒരു ലക്ഷറി ആയിരുന്നു.
അല്ലെങ്കിൽ ഒരു കാറ് ലക്ഷറി ആയിരുന്നു, ഒരു ബൈക്ക് ലക്ഷറി ആയിരുന്നു. ഇന്ന് അത് കോമൺ മാൻ്റെ എല്ലാ രീതിയിലുള്ള സാധനങ്ങളാണ്. ഇതേപോലെ തന്നെ നാച്ചുറൽ കളർ ഇപ്പോൾ ഒരു കോമൺ സാധനമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് മാത്രമല്ല, അതിലുപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആയാലും ഇമ്പ്രൂവേഴ്സ് ആയാലും ഇതൊക്കെ മാക്സിമം ഉപയോഗിക്കാതെ കണ്ട് നമ്മുടെ ഷെൽഫ് ലൈഫ് കുറച്ചുകൊണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ആരോഗ്യം കൂട്ടാന്നുള്ളതാണ് ബേക്കിൻ്റെ ഒരു നിലപാട്. അതിലൊരു മാറ്റവും അതിൽ നമ്മൾ മാക്സിമം ശ്രമിക്കും. നമ്മുടെ ആവശ്യം കേരളത്തിലത്തെ ബേക്കറി ഐറ്റംസ് കഴിച്ചാൽ അതൊരു സുരക്ഷിതമായിട്ടുള്ളൊരു ഭക്ഷണമാക്കി, അതായത് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ബേക്കിംഗ് ഹബ്ബായിട്ട് കേരളത്തിനെ മാറ്റാമെന്നുള്ളതാണ് ബേക്കിൻ്റെ ഉദ്ദേശം. നിറമല്ല രുചി ഇപ്പോൾ വന്നതാണ്. അതിനു മുമ്പ് നമുക്ക് നിറങ്ങളോട് വിട എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനായിരുന്നു നമ്മുടെ ആദ്യകാലത്തുള്ള നേതാക്കന്മാർ തന്നതാണ്. അപ്പം നിറങ്ങളോട് വിടാമെന്ന് അന്ന് പറഞ്ഞപ്പോൾ അത് വലിയ കോലിളക്കം സൃഷ്ടിച്ചൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിറമില്ലാണ്ട് കൺസ്യൂമേഴ്സ് വരെ വാങ്ങിക്കില്ല, കടക്കാർക്ക് തന്നെ ഭയങ്കര സംശയം. ജിലേബിയൊക്കെ ചുമപ്പിന് പകരം വളരെ ലൈറ്റ് ഓറഞ്ച് ആയി കഴിഞ്ഞപ്പോൾ അത് പഴകിയതാണെന്നുള്ളൊരു സംശയം. അതിനുശേഷം ഇവർ കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് പറയുകയാണ് അല്പസ്വല്പം കളറൊക്കെ ചേർത്തോ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത്. പക്ഷേ നിറവും ഭക്ഷണത്തിൻ്റെ ഒരു രുചിയോ അതിൻ്റെ ഒരു ടേസ്റ്റോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഫാക്റ്റ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ ഈ കളർ ഉപേക്ഷിച്ച് നാച്ചുറലിലേക്ക് പോകാനുള്ള ഡ്രൈവ് ഇപ്പോൾ തുടങ്ങിയതല്ല. ഗവൺമെൻറ് FSSAI രൂപീകരിക്കുന്നതിന് മുമ്പ്, FSSAI ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കോയിൻ ചെയ്തൊരു മുദ്രാവാക്യമാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ പണിയാണ്. പക്ഷേ അന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉപയോഗിക്കാനുള്ള രീതികൾ മാത്രമേ അന്ന് എല്ലാവർക്കും അറിയുള്ളായിരുന്നു. അത് വളരെ എളുപ്പമാണ്. ഒരു തുള്ളി ആർട്ടിഫിഷ്യൽ കളർ ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലും വേണ്ട പോലെ കളർ കിട്ടും. നേരെ മറിച്ച് നാച്ചുറൽ കളർ ആണെങ്കിൽ അതിന് കുറച്ച് ജിലേബിയിൽ ചേർക്കുന്ന മാതിരിയല്ല ലഡുവിൽ മാതിരിയല്ല ഹലുവ. അപ്പോൾ ഇത് കമ്പനികളുടെ, ഇപ്പോൾ നേരത്തെ പ്രസിഡൻറ്റ് പറഞ്ഞ പോലെ കമ്പനികളായിട്ടൊരു താഴത്തേക്ക് വന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള ഓരോ പ്രോഡക്ട്സിൻ്റെയും റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, പ്രൊഡക്ഷൻ സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ കളറുകൾ മോഡിഫൈ ചെയ്ത് ഇപ്പോഴാണ് എല്ലാ കളേഴ്സും സ്റ്റേബിളായി നമ്മൾ വൈഡായിട്ട് നാച്ചുറൽ കളേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതാണ് നമ്മുടെ നിറങ്ങളോട് വിടാന്ന് പറഞ്ഞ 10-12 വർഷമായിട്ടുള്ളൊരു ക്യാമ്പയിൻ. ഇപ്പോൾ അത് താഴേക്കിടയിലുള്ള ബേക്കറിക്കാരുടെ ഇടയിലും എത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ബേക്കറിക്കാരൻ അല്ലെങ്കിൽ ഒരു ജിലേബി കഴിച്ചിട്ട് മോശമായി കഴിഞ്ഞാൽ ജിലേബി വെക്കുന്ന എല്ലാവർക്കും അത് പ്രശ്നമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വലിയ ആൾക്കാർ മാത്രം നന്നായാൽ പോരാ, എല്ലാം ആരൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ കേരളത്തിൽ അവരെല്ലാവരും ഈ സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തണം എന്നുള്ള നിർബന്ധമാണ് ബേക്കേഴ്സ് അസോസിയേഷനുള്ളത്. താങ്ക് യു. എന്തായാലും ഈ സംഘടന എന്ന് പറയുമ്പോഴേ നമ്മൾ പലപ്പോഴും സമൂഹത്തിൻ്റെ തലസ്ഥാനമാണ്, അല്ലെങ്കിൽ സമൂഹത്തിനെ നിയന്ത്രിക്കേണ്ടവരാണ് സംഘടന എന്ന് പറയാറുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ബേക്കറി ഐറ്റംസിൽ തൊടാതെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ശരീരത്തിന് ഹാനികരമാണെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു സംഘടന FSSAI ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു നിഷ്കർഷത ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു ഹാനികരവും ആകരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ വലിയ ബിഗ് സല്യൂട്ട് മലനാട്ടിൽ തരികയാണ്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഒരു കാര്യം അദ്ദേഹത്തിന് പറയണമെന്ന് പറഞ്ഞ് സംഘടന വരുന്നുണ്ട്. ഒന്ന്, ഫുഡ് സേഫ്റ്റി ആക്ട് ഇന്നും ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സ്റ്റേറ്റിലും നടപ്പിലാക്കാത്ത വിധത്തിലാണ് കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു സ്റ്റേറ്റും ഇന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ കേരളത്തിലല്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് ഗവൺമെൻറ് എംപ്ലോയി ആയ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഡെപ്യൂട്ടേഷനാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയത് ബേക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഗവൺമെൻറ്റുമായി സഹകരിച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇപ്പോഴും ആ സഹകരണം തുടരുന്നു. വേറൊന്ന്, GST വന്ന് 2018 ഇംപ്ലിമെൻ്റ് ചെയ്തത്. 2018 ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയും തമിഴ്നാട് ബേക്കേഴ്സ് ഫെഡറേഷനും യോജിച്ചുകൊണ്ട് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ ഉണ്ടാക്കി. അത് അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫുഡ് ഇൻഡസ്ട്രിക്ക്, പ്രത്യേകിച്ച് ബേക്കറി ഫുഡ് ഇൻഡസ്ട്രിക്ക് ഒരൊറ്റ ടാക്സ്, ആ ടാക്സ് റേറ്റ് എത്ര വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചോളൂ. പക്ഷേ ഞങ്ങൾക്ക് ഒറ്റ റേറ്റ് ആയിരിക്കണം. അരുൺ ജെയ്റ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ
കൊച്ചിയിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും അദ്ദേഹവുമായി സംസാരിച്ചതും ഇത് തന്നെയാണ്. ഈ 2-3 മാസം മുമ്പ് വരെ ഇത് പാർലമെൻറ്റിലും അവതരിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരൊറ്റ ടാക്സ് വന്നു, 5% ടാക്സ്. ആ 5% ടാക്സ് വെട്ടിപ്പുകാർക്ക് നഷ്ടമാണെന്നുള്ള സത്യവും കൂടെ പറയട്ടെ. കാരണം അവർ 18% കളക്ട് ചെയ്തുകൊണ്ട് വെട്ടിച്ചു. ഇപ്പം 5% എന്ന് പറയുമ്പോൾ അവർക്ക് നഷ്ടമാണ്. എങ്കിലും കേരളത്തിലെ എല്ലാ ബേക്കറിക്കാരും അത് ഉൾക്കൊള്ളുന്നു. എല്ലാ അവരുടെ പ്രോഡക്റ്റിനും വില കുറച്ചിട്ടുണ്ട്. ഇനിയും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ് സാർ. അപ്പോൾ എന്തായാലും മലനാട് ജീവി ഇപ്പം എനിക്ക് തോന്നുന്നു 2 ദശാബ്ദക്കാലമായി 2 പതിറ്റാണ്ട് കാലമായി ബേക്കറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ബേക്ക് എന്ന് പറഞ്ഞ ഈ അസോസിയേഷൻ്റെ ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും മലനാട് ജീവി ഈ നവംബർ 1 മുതൽ കേരളപ്പിറവി ദിനത്തിൽ യൂട്യൂബിലൂടെ മറ്റ് ഇതര 8-9 സാറ്റലൈറ്റ് ചാനലുകളാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് മലനാട് ടിവിയും 24/7 രാത്രി 12:30 അടക്കമുള്ള മിഡ് നൈറ്റ് ന്യൂസ് അടക്കം യൂറോപ്യൻ യൂണിയനിലുള്ള മലയാളികൾക്ക് വേണ്ടി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം ഇത്തരം മാറ്റങ്ങൾ, ഇത് ആരും അറിയാത്ത മാറ്റങ്ങളാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ കൂടി അതിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്താൽ ഞങ്ങളുടെ 24-ാം തീയതി നടക്കുന്ന ഒരു മീഡിയ കോൺക്ലേവ് ഉണ്ട്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ വെച്ച് നടക്കുന്ന മീഡിയ കോൺക്ലേവിൽ നമ്മൾ കുറച്ച് പേരെ ഓണർ ചെയ്യുന്നുണ്ട്. അവിടെ അതിൽ ഒരു സംഘടനയെ ഓണർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നുള്ള കാരണം കൂടി ഞങ്ങളിപ്പോൾ പറയുകയാണ്. എന്തായാലും 2 പതിറ്റാണ്ടിനുള്ളിൽ ഒരു പുരസ്കാരം നിങ്ങളെ തേടി എത്തിയിരിക്കുക, നിങ്ങളറിയാതെ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയിൽ നിങ്ങൾ ഇത്രത്തോളം ഗാഢമായി ചിന്തിക്കുകയും ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ്. കാരണം 4000-ലധികം സ്റ്റുഡൻസാണ് മുമ്പിൽ വരുന്നത്. അവരാണ് അടുത്ത തലമുറ. അപ്പോൾ അവർക്ക് മുമ്പിലൊരു ഭയം ഉണ്ട് ഇപ്പോൾ തന്നെ. ഭക്ഷണത്തിൽ ഏതാണ് മായം, ഏതാണ് ശുദ്ധമുള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ ബേക്കേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന, ആ ലോഗോയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ബേക്കറി ഉടമകളും ഇക്കാര്യത്തിൽ നിഷ്കർഷത പാലിക്കും എന്നുള്ളൊരു ഉറപ്പിനാണ് ഞങ്ങളുടെ ഈ പുരസ്കാരം. മലനാട് ടിവിയുടെ കേരള നവോത്ഥാന മാധ്യമയാത്ര സീസൺ 2. നമ്മുടെ മലനാട് ടി വി പെരുമ്പാവൂരിലേക്ക് വരികയാണ്. ജനനായകം എന്നുള്ള പരിപാടിയിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിന് മലനാട് ടെലിവിഷൻ ചാനലിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. മലനാട് ടെലിവിഷൻ്റെ ഈ പ്രോഗ്രാം ഗുണകരമായിരിക്കും. മലനാട് ടി വിയുടെ ജനനായകൻ എന്ന പരിപാടി എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന ഈ പരിപാടി നടക്കുന്നെന്നറിഞ്ഞൊരു സന്തോഷം. മലനാട് ടി വിയുടെ ജനനായകർ എന്ന പരിപാടി വളരെ വിജയകരമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ വിഷാംശം പരിശോധിക്കാൻ കേരളത്തിൽ സംവിധാനമില്ല. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ നാടിന്റെ നായകർ ജനനായകർ ഒന്നിക്കുന്നു, അതും അത്യുഗ്രൻ ഉത്സവത്തിലൂടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ എന്ന സ്ഥലത്താണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ. ജനനായകർ എന്ന പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. 140 ജനപ്രിയ MLA-മാർ. നവീനങ്ങളായ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മലനാട് ടി വി നിൽക്കുന്നത്. അതുതന്നെ മലനാട് ടി വിയെ വേറിട്ട ഒരു വാർത്താ ചാനലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ഒരു പുതിയ പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ മലനാട് ടി വി അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുണ്ടാവില്ലേ? നമ്മുടെ നാടിന്റെ വികസനം ഇനി നമ്മളിലൂടെ. കാരണം നിങ്ങളാണ് ജനനായകർ. മലനാടൻ ടി വിയുടെ ഈ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ വളരെ ഹൃദ്യമായി സ്വീകരിക്കുകയാണ്. ബേക്കിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു വെച്ചതിലൊക്കെ അധികമായിട്ട് ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഒരു ഫുഡ് ഇൻഡസ്ട്രി ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കേരളത്തിൽ നല്ല ലോകത്ത് തന്നെ ജോലി സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് ലക്ഷക്കണക്കിന് പേര് ജോലിയെടുക്കുന്ന ഒരു സംരംഭക മേഖല ആയതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ ചൂസ് ചെയ്തത്, ബേക്കിനെ തന്നെ ചൂസ് ചെയ്തത് വലിയൊരു അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് എന്ന് മാത്രം അറിയിക്കുകയാണ്. വലിയ നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. You are watching India's first NGO television, Malanad TV India.